ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ആ സബ്മറീൻ ഉപയോഗിച്ച് ജസ്റ്റ് മിസ്സിന് ആ നേവി സോൾജിയറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ നേവിക്കാരാണെങ്കിൽ ആകസ്മികമായിട്ടുള്ള ഒരു അപകടത്തിൽപ്പെട്ട് ഒന്ന് സ്റ്റെക്കാവും. പക്ഷെ അവർ വിട്ടുകൊടുക്കാതെ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ പിന്നാലെ വരികയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ഒരു സബ്മറീനിൽ നിന്നും പുറത്തു ചാടി ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടുകയാണ്. അല്പദൂരം മുൻപോട്ടേക്ക് ഓടുമ്പോൾ ഗോക്കു ആണെങ്കിൽ ബുൽമയോടും മൊട്ടപ്പനോടും ചോദിക്കും, അതിരിക്കട്ടെ നമ്മളെന്തിനാ വെറുതെ ഒരു ആവശ്യമില്ലാതെ ഓടണേ? അതിന് ബുൽമ പറയും, അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാനാണ് വരുന്നത്, അവരോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. സോ അവരവനെ എങ്ങനെയൊക്കെയോ കൺവീൻസ് ചെയ്തെടുത്ത് മുൻപോട്ടേക്ക് ഓടും. അപ്പോഴായിരിക്കും ഗോക്കു ഒരു വലിയ സ്കെൽട്ടൻ കാണുക. അവനാണെങ്കിൽ അതിലെ ആ ഒരു തലയെടുത്ത് തലയോട്ടിയെടുത്ത് അവന്റെ തലയിൽ വെച്ച് ബുൽമയെയും മൊട്ടപ്പനെയും പേടിപ്പിക്കും. അവരാണെങ്കിൽ പേടിക്കും. അടുത്ത നിമിഷം അവർ ആ വലിയ സത്യം തിരിച്ചറിയും. ആ പൈററ്റ് ടീമിന്റെ ഒരു പൈററ്റാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. സോ അതിനർത്ഥം ക്യാപ്റ്റൻ റോഷി പറഞ്ഞ ആ സ്റ്റോറി അത് ശരിക്കും ഉള്ളത് തന്നെയാണ്. ഇവിടെ എവിടെയോ ആ ഒരു നിധി അതുണ്ട്, അത് എത്രയും വേഗം കണ്ടെത്തണമെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ മുൻപോട്ടേക്ക് ഓടും. അപ്പോൾ ലോങ് ഷോട്ടിലായിട്ട് ഒരു നേവി സോൾജിയർ അവൻ നമ്മുടെ ആൾക്കാരുടെ മൂവ്മെന്റ്സ് എല്ലാം മനസ്സിലാക്കി നിധിയെക്കുറിച്ചുള്ള ഇൻഫർമേഷനും കളക്ട് ചെയ്ത് ക്യാപ്റ്റൻ ബ്ലൂവിനെ അറിയിക്കും. ബ്ലൂവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. യാഹൂ, ആ ഡ്രാഗൺ ബോളും പിള്ളേരും ആ നിധിയും എല്ലാം നമുക്ക് സ്വന്തം. എത്രയും വേഗം ഈ ഒരു ഹോട്ട് ന്യൂസ് അത് ജനറലിനെ അറിയിക്കണം എന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ ഒരു കണ്ണാടിക്കാരൻ അവൻ ജനറലിന്റെ അടുത്തേക്ക് വന്ന് വളരെ സീക്രട്ട് ആയിട്ട് ഈ കാര്യം പറയുകയാണ്. ജനറലാണെങ്കിൽ ആ കാര്യങ്ങൾ കേട്ട് ഭയങ്കര അതിശയം. വാവ്, സത്യത്തിൽ ഇത് നമുക്ക് കിട്ടിയ ലോട്ടറി തന്നെയാണ്. ഒരു കാരണവശാലും അതൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. ആവേശം മുതൽ ജനറൽ ആണെങ്കിൽ സ്ഥലമൊക്കെ മറന്ന് വല്ലാതെ എൻജോയ് ചെയ്യും. സോ ദൂരത്തായിട്ട് ആളുടെ ചിത്രം വരച്ചുകൊണ്ടിരുന്ന ഒരാട്ടും തലയൻ അവൻ ദേഷ്യപ്പെട്ട് പറയും. ആണെങ്കിൽ അല്പം ടെൻഷനായി ഇപ്പൊ ജനറലിനോട് മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. സോ ആളും മര്യാദയ്ക്ക് പോസ് ചെയ്ത് കൊടുക്കും. അവനാണെങ്കിൽ ചിത്രം വരച്ചുകൊണ്ടേയിരിക്കും. ജനറൽ ആണെങ്കിൽ തീർത്തു പറയും, എന്തൊക്കെ സംഭവിച്ചാലും ആ ഡ്രാഗൺ ബോൾസ് അതെന്റെ കയ്യിൽ നിന്ന് മിസ്സാവാൻ പാടില്ല. ബ്ലൂവിന് കൊടുക്കുന്ന അവസാനത്തെ ചാൻസ് ആണിത്. ഇതിലും അവൻ ഫെയിൽ ആവുകയാണെങ്കിൽ അവന് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ് വളരെ വലുതാണ്. അതല്ല അവൻ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ അവന് കൊടുക്കാൻ പോകുന്ന റിവാർഡും വളരെ വലുതായിരിക്കും. അതിനാൽ സോൾജിയർ ഓക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. ആട്ടുംതലയനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ ആ ജനറലിന്റെ ഫോട്ടോ അത് വരച്ചു കഴിഞ്ഞു. ആള് അതിപ്പോ ആ ജനറലിന് കൊടുക്കും. ആവു, സത്യത്തിൽ നീ അടിപൊളിയാണ്, ഒരു മികച്ച ചിത്രകാരനായി നീ മാറിയതിൽ യാതൊരു അതിശയവുമില്ല, നീ എന്നെ കറക്റ്റ് ആയിട്ട് വരച്ചു എന്ന് പറയും. അതിനുശേഷം ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി ആളുടെ ബോഡി ഗാർഡിനോട് ദേഷ്യപ്പെട്ട് പറയും, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു എന്റെ പുറകിൽ വന്ന് ഇങ്ങനെ നിൽക്കരുതെന്ന്, ഇപ്പൊ എന്റെ ചിത്രത്തിൽ നീയും പെട്ടുപോയെന്ന് പറഞ്ഞ് ജനറൽ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. അതിന് ആ ഒരു ബ്ലാക്ക് ക്യാറ്റ് ആണെങ്കിൽ സോറി പറഞ്ഞ് തല താഴ്ത്തി നിൽക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ഗോക്കുവാൻ ടീം അവര് ട്രഷർ തേടി മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാത്ത് കാണും. വാവ്, ഇനി നമ്മളുടെ ലക്ഷ്യം അത് വളരെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി അത് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു പറഞ്ഞ് അവർ മുൻപോട്ടേക്ക് നടക്കും. അതേസമയം പുറകിലായിട്ട് ആ സോൾജിയേഴ്സ് ആണെങ്കിൽ ഗണ്ണും വലിയ വെപ്പൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്ത് വരികയാണ്. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ അതിൽ ഒരു ബ്ലാക്ക് മാർക്കിൽ ടച്ച് ചെയ്യേണ്ട താമസം ഒരു വലിയ ആരോ അവന്റെ നേർക്ക് ചേറി പാഞ്ഞു വരും. ജസ്റ്റ് മിസ്സിന് മൊട്ടപ്പൻ ആ ഒരു അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഓ നോ, ഇതൊരു ട്രാപ്പാണ്, വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഇതിലൂടെ കടന്നു പോകാൻ. ബൊൽമയാണെങ്കിൽ പുറകിലേക്ക് നോക്കും. എന്റെ സംശയം ശരിയാണെങ്കിൽ ആ സോൾജിയേഴ്സ് നമ്മുടെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. ഈ ഡോട്ട്സിൽ നമ്മൾ ചവിട്ടിയ ഒരുപാട് അമ്പുകൾ വന്ന് നമ്മുടെ ദേഹത്ത് കുത്തിക്കയറും. സോ നമ്മൾ ഇനി എങ്ങനെ മറുപുറം കടക്കും? അതിന് ഗോക്കു ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, അതിനൊരു എളുപ്പ വഴിയുണ്ട്, നമുക്ക് എടുത്തു ചാടാം, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഗോക്കു പുറകിലേക്ക് നടന്ന് ഇപ്പൊ നല്ല ഫോഴ്സിൽ ഓടി വന്ന് അങ്ങനെ എടുത്തു ചാടി ആ ഒരു ഡോട്ട്സ് ഉള്ള ഭാഗം ക്രോസ് ചെയ്യാണ്. ഗോക്കു ആണെങ്കിൽ മുട്ടപ്പനോട് ഇപ്പൊ എടുത്തു ചാടാനായിട്ട് പറയും. അതിന് ബുൽമ പറയും, അയ്യോ വേണ്ട, ഗോക്കു നിന്നെ പോലെ ഒരു സാധാരണ മനുഷ്യനല്ല, അവന് നല്ല പവറുണ്ട്, കൊണ്ട് അവനെ പോലെ നിന്നെ കൊണ്ട് ജമ്പ് ചെയ്യാൻ കഴിയില്ല. അതിന് ആ മുട്ടപ്പനാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, ഞാനും അവനോടൊപ്പം തന്നെ ക്യാപ്റ്റൻ റോഷിയുടെ അണ്ടറിലാണ് ട്രെയിനിങ് എടുത്തത്, എന്നെ കൊണ്ട് ഇത് കഴിയുമെന്ന് പറഞ്ഞ് അവനും പുറകിലേക്ക് നടന്ന് ഇപ്പൊ നല്ല ഫോഴ്സിൽ ഓടി വന്ന് എടുത്തു ചാടും. അവന്റെ ചാട്ടത്തിന്റെ ആക്കം അതൊരല്പം കൂടി അവൻ ചുമരിലിടിച്ച് ജസ്റ്റ് മിസ്സിന് ആ ഒരു ഡോട്ട്സ് കഴിഞ്ഞ് മറുപുറത്തെത്തുകയാണ്. പക്ഷെ എന്താ, അവന്റെ കൈ അറിയാതെ അതിലൊരു ഡോട്ടിൽ തട്ടി ഇപ്പൊ അമ്പുകൾ ചേറിപ്പായും. പക്ഷെ ഗോക്കു അവനെ പിടിച്ചു വലിച്ച് അതിൽ നിന്ന് സേവ് ചെയ്യാണ്. ഗോക്കു ആണെങ്കിൽ അവസാനമായി ബുൽമയോട് അവിടെ നിന്ന് ജമ്പ് ചെയ്യാനായിട്ട് പറയും. ബുൽമയാണെങ്കിൽ ടെൻഷനായി വിളിച്ചു പറയും, നിങ്ങൾ എന്തായി പറയണേ, നിങ്ങളെപ്പോലെ അത്രയും പവർ എനിക്കില്ല, എന്നെ കൊണ്ട് അത്രയും ദൂരം ജമ്പ് ചെയ്യാൻ കഴിയില്ല. കട്ട് ചെയ്താ സോൾജിയർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ മുഴുവനായിട്ട് സ്കാൻ ചെയ്ത് നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലാത്ത കാര്യം ഇപ്പൊ ക്യാപ്റ്റൻ ബ്ലൂവിനോട് പറയും. അവനാണെങ്കിൽ അത് കേട്ട് ഇരട്ടി സന്തോഷം.
ഇവിടെ ഗോക്കു അവനവന്റെ സ്റ്റിക്ക് അങ്ങനെ നീട്ടി ബുൽമയോട് അതിൽ ഇറുക്കി പിടിക്കാൻ പറയും. അതിനുശേഷം പതിയെ പതിയെ അവളെ മറുകരയിലേക്ക് എത്തിക്കുകയാണ്. 3 പേര് നന്നായിട്ട് ടയർഡ് ആയിട്ടുണ്ട്. പക്ഷേ അവരുടെ ലക്ഷ്യം അത് വളരെ വലുതാണ്. സോ അവർ വീണ്ടും അവരുടെ യാത്ര തുടരും. ആ സമയം നേവി സോൾജേഴ്സ് നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്ത് ആ ഡോട്ട്സിലൂടെ കടന്നു പോകാൻ ശ്രമിക്കും. ഒരുപാട് അമ്പുകൾ വന്ന് തറച്ച് അവർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അവരുടെ നിലവിളി കേട്ട് ക്യാപ്റ്റൻ ബ്ലൂ അവൻ ഷോക്കാവും. ക്യാപ്റ്റൻ ബ്ലൂ ആണെങ്കിൽ അവിടേക്ക് ഓടിയെത്തും. അപ്പോൾ അവൻ കാണും അവന്റെ സോൾജേഴ്സ് എല്ലാവരും അമ്പൊക്കെ ദേഹത്ത് തറച്ച് കയറി അങ്ങനെ വീട് കിടക്കുകയാണ്. ഒരുപാട് അമ്പുകൾ കൊണ്ടു കയറിയ ഒരു സോൾജിയർ അവൻ പതിയെ എഴുന്നേറ്റ് ഇപ്പോ ആ ബ്ലൂവിനോട് പറയും, ഇത് വലിയൊരു ട്രാപ്പാണ്, ഞങ്ങൾ എല്ലാവരും അതിലകപ്പെട്ടു. ക്യാപ്റ്റൻ ബ്ലൂ ആണെങ്കിൽ വണ്ടറടിക്കും. ഓ നോ, ഇത്രയും വലിയ ട്രാപ്പ്, അത് കടന്ന ആ കുട്ടികൾ എങ്ങനെ രക്ഷപ്പെട്ടു? അതിനർത്ഥം ഇവിടെ മറ്റെന്തോ വഴിയുണ്ട്, അത് ഉറപ്പായാലും ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടെ ചെക്ക് ചെയ്യും. അപ്പൊ ചെറിയൊരു പാറക്കഷ്ണം പോലെ എന്തോ ഒന്ന് കാണും. അവനത് ഇളക്കി മാറ്റും. അവിടെ ഒരു സ്വിച്ച് കാണുകയാണ്. അവരതിൽ പ്രസ് ചെയ്യും. ചെറിയ പാസേജ് അത് ഓപ്പണായി വരും. യാഹൂ, ഞാൻ ആ സീക്രട്ട് വഴി അത് കണ്ടെത്തി. തീർച്ചയായിട്ടും ഞാൻ ഒറ്റയ്ക്കായിരിക്കും അവരെ എല്ലാവരെയും പിടിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് ഹായായിട്ട് അതുവഴി കടന്നു പോകും. കട്ട് ചെയ്ത ഇവിടെ ഗോക്കുവാൻ ടീം അവരാണെങ്കിൽ ഇപ്പോൾ ഒരു ഇടുങ്ങിയ വഴിയുടെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. ഇത് മുഴുവൻ ബെൻഡ് ചെയ്ത് അവർ പതിയെ പതിയെ മുൻപോട്ടേക്ക് നീങ്ങും. അപ്പോൾ അവർ കാണും അവരുടെ തൊട്ടടുത്തായിട്ട് ഒരുപാട് തലയോട്ടികൾ. അതിന്റെ കണ്ണുകളിൽ നിന്ന് പ്രകാശം മുകളിലേക്ക് ഉയരുകയാണ്. ഇതെന്താണെന്ന് അറിയാതെ അവർ അതിലേക്ക് നോക്കി നിൽക്കും. അടുത്ത നിമിഷം അവർ നിന്ന ആ ബേസ്മെന്റ് അത് തകർന്ന് അവർ താഴേക്ക് പോവാണ്. ഗോക്കു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവിടെ പിടിച്ചു നിൽക്കും. അവന്റെ കാലിൽ പിടിച്ച് ബുൽമയും അവളുടെ കാലിൽ പിടിച്ച് മൊട്ടപ്പനും. ഗോക്കു ആണെങ്കിൽ താഴെ കാണുന്ന എന്താണെന്ന് ചോദിക്കും. അതിന് ബുൽമ പറയും, അത് ലാവയാണ്, അതിൽ വീണ നമ്മൾ കത്തി ഉരുകി ഇല്ലാതാവും. സോ എങ്ങനെയെങ്കിലും മുകളിലേക്ക് കയറണം. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ബുൽമയുടെ ട്രൗസറി പിടിച്ച് വലിക്കും. പതിയെ പതിയെ അത് അഴിഞ്ഞു വരും. അതിനവൾ അറഞ്ചം പുറഞ്ച് അവനെ ചവിട്ടി മര്യാദയ്ക്ക് അവളെ പിടിച്ചിരിക്കാൻ പറയും. അവന്റെ മുഴുവൻ സ്ട്രെങ്ത് കൊടുത്ത് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴേക്കും അതങ്ങനെ അടർന്ന് അവർ താഴേക്ക് വീഴുകയാണ്. അടുത്ത നിമിഷം ഗോക്കു അവന്റെ സ്റ്റിക്ക് അതങ്ങനെ വലുതാക്കി നിലത്ത് കുത്തി നിൽക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഭാരം കാരണം അതങ്ങനെ വളഞ്ഞു പോവാണ്. ബുൽമയുടെ നിതംബത്തിന്റെ ഒരു ഭാഗം ലാവയിൽ തട്ടും. അവളാണെങ്കിൽ വേദന കൊണ്ട് ഉച്ചത്തിൽ നിലവിളിക്കും. അടുത്ത നിമിഷം ഗോക്കു അങ്ങനെ ഫ്ലൈ ചെയ്യിപ്പിച്ച് അവരെ 3 പേരെ മുകളിൽ എത്തിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന് ബുൽമയാണെങ്കിൽ അവളുടെ നിതംബത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ ബ്ലൂ സോൾജിയർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ച് ഇപ്പൊ ചെറിയൊരു നദി പോലെ എന്തോ ഒന്നിന്റെ മുൻപിൽ വന്ന് നിൽക്കും. ബ്ലൂ സോൾജിയർ ആണെങ്കിൽ ആ വെള്ളത്തിലൂടെ നടക്കും. അടുത്ത നിമിഷം ഷോക്ക് ഏറ്റതുപോലെ ആള് വൈബ്രേറ്റ് ചെയ്യാണ്. ആളുടെ നിലവിളി ഇപ്പൊ നമ്മുടെ ആൾക്കാർ കേൾക്കും. ഇവിടെ എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ഇവിടെ ക്യാപ്റ്റൻ ബ്ലൂ ആണെങ്കിൽ ഒരുപാട് നേരം ആ പവറിൽ പെട്ടുപോകും. അതിനുശേഷം അവൻ പതിയെ തല താഴ്ത്തി അത് എന്താണെന്ന് നോക്കും. ഒരു വലിയ ജയന്റ് ഫിഷ്. അതിപ്പോ മുഴുവനായിട്ട് ക്യാപ്റ്റൻ ബ്ലൂവിനെ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. ക്യാപ്റ്റൻ ബ്ലൂ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഫിഷിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അങ്ങനെ അതിനെ കൊന്ന് ആ വെള്ളത്തിലേക്ക് ഇടും. അതിനുശേഷം വീണ്ടും അത് ക്രോസ് ചെയ്ത് നടന്നു പോവാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ വളരെ കെയർഫുള്ളായി ആ ലാവയിൽ വീണു പോവാതെ പതിയെ പതിയെ മുൻപോട്ടേക്ക് നടന്ന് ഒരു ഡോറിന്റെ അടുത്തെത്തും. അവർ ആ ഡോർ ഓപ്പൺ ചെയ്യും. വലിയൊരു മറൈൻ ബോട്ട് പോലെ എന്തോ ഒന്ന് അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. വലിയൊരു സബ്മറീൻ കണ്ട് നമ്മുടെ ആൾക്കാർ അത്ഭുതത്തോടു കൂടി അതിൽ തന്നെ നോക്കും. ഓ നോ, സത്യത്തിൽ ഈ പൈററ്റ്സ് അവര് വളരെ ടാലന്റഡ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്. ഇങ്ങനെയൊന്ന് ഈ കടലിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് എങ്ങനെ കഴിഞ്ഞു ചിന്തിച്ച് അവരതിലേക്ക് തന്നെ നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ക്യാപ്റ്റൻ ബ്ലൂ സോൾജിയർ അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്ത് ഒരു ഭാഗത്ത് മറിഞ്ഞിരിക്കുകയാണ്. ഇത് പറ്റിയ അവസരമാണ്. ഇപ്പൊ അവരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ആ പിള്ളേര് തന്നെ ആ നിധിയും ഡ്രാഗൺ ബോളും എനിക്ക് കാണിച്ചു തരും. അത് കിട്ടിയതിന് ശേഷം ഞാൻ അവരെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു നിൽക്കും. ആ സമയം ഗോക്കു ആണെങ്കിൽ എന്തോ ഒരു ശബ്ദം കേൾക്കും. അവൻ ബുൽമയോടും മൊട്ടപ്പനോടും പറയും, നമ്മൾ കൂടാതെ മറ്റാരോ ഇവിടെ ഉണ്ട്. ആ നേവിക്കാരനാണെങ്കിൽ ഞെട്ടും. പക്ഷെ ഗോക്കു പറയും, അതൊരു മനുഷ്യനല്ല, മറ്റെന്തോ ജീവിയാണ്. ഗോക്കു അത് പറയുന്ന അതേ നിമിഷം തന്നെ എന്തൊക്കെയോ അവിടേക്കോ ഇവിടേക്കും വളരെ സ്പീഡിൽ ഓടുന്നതായിട്ട് കാണിക്കും. അടുത്ത നിമിഷം 2 കണ്ണുകൾ അതങ്ങനെ പുറത്തേക്ക് കാണുകയാണ്. ഗോക്കു ആണെങ്കിൽ ചൂണ്ടിക്കാണിക്കും, അത് അവിടെയുണ്ട്. ഇവിടെ നേവി സോൾജറും അവിടേക്ക് തന്നെ നോക്കും. അടുത്ത നിമിഷം ഒരു പ്രത്യേകതരം ക്രീച്ചർ അതങ്ങനെ പുറത്തേക്ക് ചാടി വരികയാണ്. ഗോകുവിനാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാവില്ല. മൊട്ടപ്പനാണെങ്കിൽ വിളിച്ചു പറയും അത് റോബോട്ടാണ്. ആ റോബോട്ടാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഇതെന്റെ സാമ്രാജ്യമാണ്, നിങ്ങൾ ഇവിടേക്ക് നുഴഞ്ഞു കയറിയല്ലേ ചോദിച്ച് സ്ക്വാഡ് എടുത്ത് പുറഞ്ഞ് വെട്ടും. ഗോകു ആണെങ്കിൽ അവരെ 3 പേരെയും എടുത്തുപൊക്കി അവന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. പക്ഷെ അത് വീണ്ടും അവരുടെ പിന്നാലെ വന്ന് അറ്റാക്ക് ചെയ്യും. അത് വാളാഞ്ഞു വീശും. ബുൽമയുടെ മുടി അത് വെട്ടിയെറിയും. ബ്ലൂ സോൾജിയർ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കണ്ട് ശ്വാസം അടക്കി പിടിച്ച് അതങ്ങനെ നോക്കി നിൽക്കും. ഇവിടെ ആ ഒരു ക്രീച്ചർ ആൾക്കാരെ വിടാതെ അറ്റാക്ക് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.